ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നൈസ് പത്രിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നൈസ് പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ പാക്കറ്റ് പൊടി വാങ്ങിച്ചാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ ഇടിയപ്പം പത്തിരിപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല നൈസായിട്ടുള്ള പൊടി വാങ്ങാനായിട്ട് കിട്ടും. ആ ഒരു പൊടിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത നല്ല നൈസായിട്ടുള്ള പൊടി ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇതുപോലുള്ളൊരു 280ൻ്റെ മെഷർമെൻറ്റ് കപ്പിലാണ് അളന്നെടുത്തിട്ടുള്ളത്. ഇതന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾ ഏതിലാണോ പിന്നെ പൊടി അളന്നെടുക്കണേ ആ ഒരു അളവിൽ തന്നെ നമ്മൾ വെള്ളവും ഇതിലേക്ക് അളന്നെടുക്കണം കേട്ടോ. ഈ നൈസ് പത്തിരിക്ക് വെള്ളം കൂടാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പത്തിരി ശരിയായി കിട്ടൂല. അപ്പോൾ നമ്മുടെ പൊടി വേവിക്കാനായിട്ട് ഇതിലേക്ക് വെള്ളം വേണം. അപ്പോൾ നമ്മൾ പൊടി എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് വേണ്ടത്. ആ ഇരട്ടി കണക്കാക്കിയിട്ട് വേണ്ട, കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പോളം വെള്ളം മാറ്റി വെക്കണം കേട്ടോ. കാരണം ചില പൊടിക്ക് വെള്ളം കൂടുതൽ വേണ്ടി വരും, എന്നാൽ ചില പൊടിക്കാണെങ്കിൽ വെള്ളം കുറവും വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇത്തിരി വെള്ളം മാറ്റി വെക്കുക കേട്ടോ. അത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഞാൻ 4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിൽ 4ാമത്തെ കപ്പിൽ നിന്നും ഞാനിപ്പോൾ ഒരു 3/4 ഭാഗം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ. ബാക്കിയുള്ള വെള്ളം ഞാനിപ്പോൾ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ കണ്ടോ, നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കൈ വിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ വെള്ളം ആക്കി കൊടുക്കണം കേട്ടോ. 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ മാവ് കട്ടിയായിട്ട് വരാനായിട്ട് തുടങ്ങും. നല്ല പോലെ കട്ടിയായിട്ട് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനൊരു 5 മിനിറ്റ് അടച്ചു വെക്കുക കേട്ടോ. ഈ ഒരു ചൂടി കിടന്നിട്ട് പൊടി ഒന്നും കൂടെ ഒന്ന് വേവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടച്ചു വെക്കുക. 5 മിനിറ്റിന് ശേഷം നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട് തുടങ്ങാം. പിന്നെ നിങ്ങൾ കൈകൊണ്ടാണ് മാവ് കുഴച്ചെടുക്കണമെങ്കിൽ ഏകദേശം ചൂടൊക്കെ പോയി നമ്മൾ കൈകൊണ്ട് മാവ് പിടിക്കാൻ പറ്റണ പരുവത്തിലാവുമ്പോൾ മാത്രമേ കുഴച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ കുറച്ച് സമയം പിടിക്കും. പിന്നെ കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറേശ്ശെ വെള്ളം തടവി കൊടുത്തിട്ട് വേണം മാവ് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ കൈ കൊണ്ടല്ല ബീറ്റർ കൊണ്ടാണ് മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ഈ ചൂടുകൊണ്ട് തന്നെ, നല്ല ഈ ചൂടിൽ തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അതാണിപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മാവ് കുഴച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇതിനെ മാറ്റിക്കുകയാണ്. അത്യാവശ്യം ഒരു കുഴിയുള്ള പാത്രം എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്യണ സമയത്ത് മാവ് പുറത്തേക്ക് തെറിച്ചു പോവും. അപ്പോൾ കുഴിയുള്ളൊരു പാത്രത്തിലേക്ക് മാവ് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മുടെ ഹാൻഡ് ബീറ്ററിൻ്റെ ഈ ഒരു കമ്പിയാണ് കേട്ടോ വേണ്ടത്. നമ്മൾ കേക്ക് ബീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതല്ല, ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഇത് ഫുള്ള് സ്പീഡിൽ ഇട്ടിട്ട് തന്നെ നല്ല പോലെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം 2-3 മിനിറ്റ് അങ്ങ് നിർത്താതെ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ ഹാൻഡ് ബീറ്റർ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ നീക്കി കൊടുക്കാനും വേണ്ടിയിട്ട് പറ്റാത്ത വിധമാവും. നല്ല മാവ് നല്ല ടൈറ്റായിട്ട് വരും കേട്ടോ. ആ ഒരു സ്റ്റേജ് ആവുന്നത് വരെ നമ്മൾ ഇതിനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു 3 മിനിറ്റ് ആയപ്പോഴത്തേക്കിന് മാവ് നല്ല പോലെ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്യൽ മാറ്റുകയാണ് കേട്ടോ. കണ്ടോ, നമ്മുടെ മാവ് നല്ല പോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മൾ സാധാരണ നമ്മൾ പത്തിരിക്ക് ചെയ്യണ പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി. കയ്യിൽ അല്പം വെള്ളം തൊട്ട് കൊടുത്തുകൊണ്ട് മാവിനെ ഉരുട്ടിയെടുക്കുക കേട്ടോ. ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. കയ്യിൽ ഒട്ടി പിടിക്കുമ്പോൾ മാത്രം വെള്ളം തൊട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഈ മാവിനെ മുഴുവനായിട്ടും ഉരുട്ടിയിട്ട് പരത്തിയെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ നെയ്സ് പത്തിരിയൊക്കെ പരത്തിയെടുക്കണ പോലെ തന്നെ അങ്ങ് കുറച്ച് പൊടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുക. അരിപ്പൊടി തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ല പോലെ പരത്തിയെടുക്കുക. പ്രസ്സർ ഉപയോഗിക്കുന്നവർ പ്രസ്സർ ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കുക കേട്ടോ. ഞാൻ പ്രസ്സർ ഉപയോഗിക്കാതെയാണ് പിന്നെ എന്നും പരത്തിയെടുക്കാറുള്ളത്. എനിക്ക് അതാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നൽ. അപ്പം ഞാൻ പ്രസ്സർ ഇല്ലാതെ ഇപ്പോൾ പരത്തിയെടുക്കുകയാണ്. ഇപ്പം ഞാനിതേ പൊടിനെ മുഴുവനും ഉരുട്ടി പരത്തി ഇവിടെ വെച്ചിട്ടുണ്ട്.
ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് നിൽക്കാം. ചുട്ടെടുക്കുമ്പോൾ നമ്മുടെ പാന് നന്നായിട്ട് ചൂടായിട്ട് വേണം പത്തിരി ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഒരു സൈഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വശം നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ട് വേണം കേട്ടോ തിരിച്ചിട്ട് കൊടുക്കാൻ. പിന്നെ പത്തിരി ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ ചൂടും ശ്രദ്ധിക്കണം, കൂടുതൽ ചൂടാവാൻ പാടില്ല. അപ്പോൾ പത്തിരി ഒരു മഞ്ഞ കളറായിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഒരു സൈഡൊന്ന് നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ തിരിച്ചിട്ട് കൊടുത്ത ഉടനെ തന്നെ കണ്ടത് ഒറ്റ ഒരു പൊള്ളനായിട്ട് പൊങ്ങി അങ്ങ് വരും. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പത്തിരി മുഴുവനും ചുട്ടെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതാ പത്തിരി മുഴുവൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നൈസായിട്ടുള്ള പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പത്തിരി കുഴച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ, പത്തിരി ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ ഒക്കെ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വീഡിയോക്ക് താഴെ വരുന്ന ചുവന്ന കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ കാണും, അത് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണും. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.